കയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുടൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകു ഒരാളുടെ ഇൻകത്തിന്റെ സെർട്ടൈൻ W are three vectors. നമസ്കാരം, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ മലയാള പാഠ പുസ്തകം. ഇതിൻ്റെ ഉള്ളിലേക്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ കാണാം, ഒരുപാട് കവിതകൾ കാണാം, ഒരുപാട് യാത്രാവിവരണങ്ങളും ലേഖനങ്ങളും ഒക്കെയുണ്ട്. എന്തിനാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഈ പഠിക്കുന്ന കഥകളും കവിതകളും ലേഖനങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്നുണ്ട്, ഒരുപാട് ആശയങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ ഇതിലൂടെ നാം പഠിക്കുന്നത് നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ സംസ്കാരമാണ്. കൂടാതെ ഈ അറിവുകൾക്കൊപ്പം തന്നെ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകളും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയാള പാഠപുസ്തകം, മലയാള സാഹിത്യവും ഒക്കെ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റ്, ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് എഴുത്തകമാണ്, എഴുത്തിൻ്റെ അകം. ഈ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഖണ്ഡികയാണ്. ECG സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവമാണ് ഈ ഒരു ഖണ്ഡികയിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതൊന്ന് വായിക്കാം. ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേക തലങ്ങൾ ഉണ്ടാകാമെന്ന വലിയ അറിവാണ് അവിടെ നിന്നും കിട്ടിയത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. ECG സുദർശൻ. ആരാണ് ECG സുദർശൻ? ഈ ടെക്സ്റ്റ് ബുക്കിലെ എഴുത്തകം എന്ന അധ്യായത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ECG സുദർശനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പേജ് നമ്പർ 29. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഊർജതന്ത്ര ശാസ്ത്രജ്ഞനായിരുന്നു. ടാക്കിയോൺ പോലുള്ള കണികകൾ, പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്കിയോൺ പോലുള്ള കണികകളെ കുറിച്ച് ഗവേഷണം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മലയാളം ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ് ഈ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പണ്ട് പഠിക്കുന്ന സമയത്ത്, കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു മലയാളം മുൻഷി, ലളിതവേഷധാരിയായ മലയാളം അധ്യാപകൻ ക്ലാസ്സിലേക്ക് കടന്നു വരും. കടന്നു വന്നതിന് ശേഷം വലിയൊരു മാന്ത്രിക ലോകം അവിടെ സൃഷ്ടിക്കും. അവിടെ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. എന്തറിവുകളാണ് നമുക്ക് കിട്ടുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്ത്? ഒരു കാര്യത്തിന് ഒരു തലം മാത്രമല്ല അനേക തലങ്ങളുണ്ട് എന്ന അറിവാണ് അദ്ദേഹത്തിന് ആ ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയത്. എങ്ങനെയാണ് മലയാളം ക്ലാസ്സിൽ നിന്നും ഇങ്ങനെ ഒരു ആശയം കിട്ടിയത്? ഉദാഹരണത്തിന് നമുക്കൊരു കവിത എടുക്കാം. വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഉദാഹരണമായി എടുക്കുന്നത്. ശിഷ്യനും മകനും എന്ന കവിത, വള്ളത്തോളിൻ്റെ ആ മനോഹര കവിത ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിക്കേ. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർപ്പൂങ്കുടൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടൊരച്ചു. ആദ്യമായിട്ട് ഈ കവിത കാണുന്ന സമയത്ത് ഈ കവിതയുടെ ശീർഷകം ഒന്ന് പരിശോധിക്കാം. ശിഷ്യനും മകനും. ആരുടെ ശിഷ്യൻ, ആരുടെ മകൻ? നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. മഹാദേവന്റെ, പരമശിവന്റെ ശിഷ്യനായ പരശുരാമനും മകനായ ഗണപതിയും. ഇരുവരും തമ്മിൽ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ പരശുരാമന്റെ മടുവേറ്റ് ഗണപതിയുടെ കൊമ്പ് മുറിഞ്ഞുപോയി. കൊമ്പ് മുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഗണപതിയെ കാണുകയാണ് അമ്മയായ
ആരാണ് ഗണപതിയുടെ അമ്മ? പാർവതി ദേവി. ഇത് കണ്ട പാർവതി ദേവിക്ക് ഒരേ സമയം സങ്കടവും വരുന്നുണ്ട്. അതേപോലെ തൻ്റെ മകനെ ഈ അവസ്ഥയിലെത്തിയ പരശുരാമനോട് ദേഷ്യവും തോന്നുന്നുണ്ട്. ആ മഹാദേവി എന്തു ചെയ്തു? തൻ്റെ ഇടത് കൈകൊണ്ട് അഴിഞ്ഞ വാർപ്പൂങ്കുഴൽ, തൻ്റെ മനോഹരമായ മുടിയൊന്ന് ഒതുക്കി വെച്ചിട്ട് ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനായ സമീപത്ത് നിൽക്കുന്ന പതിയോട് ഇപ്രകാരം പറഞ്ഞു. അപ്പം നമ്മൾ 2 കാര്യം ഈ 4 വരികൾക്കുള്ളിൽ നിന്ന് പഠിച്ചു. എന്താ അത്? ഒന്ന്, പാഠസന്ദർഭം. ഈ 4 വരിയുടെ സന്ദർഭം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഈ 4 വരിയുടെ അർത്ഥവും നമ്മൾ പഠിച്ചു. ഇതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 4 വരികളിൽ കാണാനായിട്ട് സാധിക്കും. പദങ്ങളുണ്ട്, മനോഹരമായ പദങ്ങളുണ്ട്. വാർപ്പൂങ്കുഴൽ എന്ന് വെച്ചാൽ എന്താണ്? മനോഹരമായ മുടി. വാർപ്പൂങ്കുഴൽ ഒന്നൊതുക്കി, നമുക്ക് വേണമെങ്കിൽ പിരിച്ചു പറയാം, വാർപ്പൂങ്കുഴൽ ഒന്ന് ഒതുക്കി. അപ്പൊ നമ്മൾ ഈ 4 വരികൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ഒന്ന്, ഇതിൻ്റെ സന്ദർഭം എന്തെന്ന് കണ്ടു. ഇതിൻ്റെ ശീർഷകത്തിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടു. അതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടു? അതിലെ വാച്യാർത്ഥം നമ്മൾ കണ്ടു. പിന്നെ മനോഹരമായ പദങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടെത്തി. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് കണ്ടെത്തി? ഇതിൽ പിരിച്ചു പറയാം, പദങ്ങൾ പിരിച്ചെഴുതാൻ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് നമ്മുടെ പാർവതി ദേവിയും ശിവനും. പാർവതി ദേവി എന്ന് പറയുന്നത് ആരാധ്യയായ ഒരു ദേവിയുടെ സ്ഥാനത്തല്ല ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഒരമ്മയായിട്ടാണ്. തൻ്റെ മകൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരമ്മയ്ക്കുണ്ടായ വേദനയാണ് ആ ദേവിയുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുക. അതോടൊപ്പം തന്നെ പരശുരാമനോടുള്ള ക്രോധവും. അങ്ങനെയുള്ള മാതൃത്വം തുളുമ്പുന്ന അമ്മയെയാണ് നമുക്ക് മഹാദേവിയിൽ കാണാൻ പറ്റുക. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ശിവന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ഭാഗത്ത് നമ്മുടെ മകൻ ഗണപതി, മറുഭാഗത്ത് പ്രിയപ്പെട്ട ശിഷ്യൻ. രണ്ടിനും നടുക്ക് നിൽക്കുകയാണ്. നിസ്സംഗനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇരുവരുടെയും ഭാവം നമ്മൾ മനസ്സിലാക്കി. അപ്പം ഈ 4 വരികൾക്കുള്ളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു കാര്യത്തിന് ഇവിടെ ഒരു തലം മാത്രമല്ല, നിരവധി തലങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ECG സുദർശന് മലയാളം ക്ലാസ്സുകളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ബോർഡിലേക്കൊന്ന് നോക്കിക്കേ. മറ്റൊരു കവിത നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊൽത്തിടം പേറി ദേവൻ പെരുമാറുമാ പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ. ഈ കവിത നിങ്ങൾക്ക് പരിചിതമാണ്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ഏത് കവിതയാണെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. സഹ്യന്റെ മകൻ അല്ലേ? വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന് പറയുന്ന കവിതയിലെ 4 വരികളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പൊൽത്തിടം പേറി ദേവൻ പെരുമാറുമാ പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ. ദേവന്റെ തിടമ്പേറ്റി നിൽക്കുന്ന ആനയുടെ മസ്തകത്തിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നു. ഇതാണ് ഈ 4 വരിയുടെ ആകെ ഒന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ആശയം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാശയം കിട്ടും. എന്താ അത്? കഴിഞ്ഞ കൊല്ലം പഠിച്ചതല്ലേ? ഓർത്തു നോക്കിക്കേ. ആനയ്ക്ക് മദം പൊട്ടി. അപ്പോൾ ഒരു വാച്യാർത്ഥം നമുക്ക് കിട്ടി. രണ്ടാമത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരാശയം കിട്ടി. ഇതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു, ആനയുടെ മസ്തകത്തിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരാശയം അതിലില്ലേ? മറ്റൊരു കഥയില്ലേ അതിൽ? ഏതാണ് ആ കഥ? അത് തന്നെ, ആദവും ഹവ്വയുമുള്ള ഉൽപ്പത്തി കഥ. മനുഷ്യന്റെ ഉൽപ്പത്തി കഥയെ കുറിച്ചിട്ടാണ് ഇവിടെ സൂചന. പിന്നെയും നമ്മൾ പറഞ്ഞു, ആനയുടെ മസ്തകം ഏതവസ്ഥയിലായിരുന്നു? ഇതെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഏതവസ്ഥയിലായിരുന്നു? സൂപ്പർ ഈഗോ. അതെ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആനയുടെ മസ്തകം അപ്പോഴുണ്ടായിരുന്നത്. പിന്നെയോ ഈ ആന എന്ന് പറയുന്നത് വെറും ഒരു ആനയാണോ? അല്ല. പിന്നെയോ ആ ആന എന്ന് പറയുന്നത് ആധുനിക മനുഷ്യന്റെ പ്രതീകമായിരുന്നു. ഈ 4 വരിക്കുള്ളിൽ വെറും 4 കാര്യങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് തലങ്ങളിലേക്ക് ഈ കവിത നമ്മെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത. മലയാളത്തിന് ഒരു കാര്യത്തിന് ഒരാശയമോ
ഒരു തലവും മാത്രവുമല്ല, അനേക തലങ്ങൾ അതിന് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വലിയ അറിവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. ഏതറിവ്? ഒരു കാര്യത്തിന് ഒരു തലം മാത്രമല്ല, അനേക തലങ്ങൾ ഉണ്ടായിരിക്കും. ഈ അറിവാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ടാക്കിയോൺ പോലുള്ള പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണികകളെയൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഈ വലിയ അറിവാണ്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് മാതൃഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മാതൃഭാഷാ പഠനം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ആണ്. നന്നായി പഠിക്കണം, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. ഈ ചിന്തകൾ പ്രദാനം ചെയ്യുന്ന ഒന്ന് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മാതൃഭാഷാ പഠനം തന്നെ ആണ്. ഇനി ഈ ഖണ്ഡികയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് നിങ്ങളെല്ലാവരും ഉത്തരം എഴുതാൻ ശ്രമിക്കാം. നമ്മുടെ ആശയ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കുമൊക്കെ മാതൃഭാഷാ പഠനം ഒട്ടേറെ സഹായിക്കുന്നുണ്ട്. എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം. അത് നിങ്ങൾ തന്നെ തനിയെ എഴുതി നോക്കുക.